ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഒരു നൈറ്റ് വ്ളോഗാണ്. നൈറ്റ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു 6 മണിക്ക് ശേഷം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ അപ്പൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കളിക്കാനുള്ള ധൃതിയിൽ ആൾക്ക് വിശപ്പേയില്ല. അപ്പോൾ അവന് വേണ്ട ഒരു ഗ്ലാസ് പാല് ഞാൻ ആറ്റി വെക്കുന്നുണ്ട്. ചായ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. കാരണം 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ അവന് പാലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് പച്ചവെള്ളം പോലെ ഇരിക്കണം. വെള്ളമാണെങ്കിലും അതെ, ചായ ആണെങ്കിലും അതെ, എന്താണെങ്കിലും അതെ, ചൂടവൻ ഒട്ടും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആറ്റി അവനുള്ള പാൽ ആദ്യം തന്നെ മാറ്റി വെച്ചു. അതിനുശേഷം അമ്മയ്ക്കും എനിക്കുള്ള ചായ, എനിക്കധികം കടുപ്പം താല്പര്യമില്ല, പക്ഷേ കുറച്ച് മധുരം വേണം. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് വലിയ മധുരം വേണ്ട, എന്നാൽ അമ്മയ്ക്ക് കടുപ്പം വേണം. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചായയാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അപ്പൂസിനെ കുറേ നേരം വിളിച്ചു, പക്ഷെ അപ്പൂസ് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മയുടെ ചായയും എൻ്റെ ചായയും ഒക്കെ ആറ്റി സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എനിക്കുള്ള ചായ ആദ്യം തന്നെ ആറ്റി. കാരണം എനിക്ക് ഇരുന്ന് കുടിക്കാനായിട്ടുള്ള ടൈമില്ല. കാരണം നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതുണ്ടാക്കണം. അമ്മ വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് ഞാൻ ഇരുന്ന് കുടിക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടി നടന്നാണ് ചായ കുടിച്ചത്. ആദ്യം തന്നെ ഞാൻ ചിക്കൻ എടുക്കുമ്പോൾ ലെഗ് പീസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലെഗ് പീസ്. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, ചിക്കനാണ് വാങ്ങിയെന്ന് അറിയുമ്പോൾ തന്നെ ചോദിക്കും, ലെഗ് പീസ് കട്ട് ചെയ്താണോ ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ ലെഗ് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആക്കാത്തത്. അപ്പോൾ ഞാൻ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്, കഴുകാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങ ഫുള്ള് നീര് ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വമ്പൻ വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ എടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലിയർ അല്ല. അപ്പോൾ അതാണ്, ഞാൻ നോയ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആക്കാത്തത്. അപ്പോൾ ഞാൻ ആർക്കും റെസിപ്പിയൊന്നും അല്ല കേട്ടോ പറഞ്ഞു തരുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വിളിച്ച് അപ്പൂസ് ഏകദേശം 7 മണി ആയപ്പോഴത്തേക്കും വന്നു. അവൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട്. ആൾ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി. അമ്മ അച്ചൂസിനെ കൊണ്ട് ഇതികൂടെ തേരപ്പാര നടക്കുന്നുണ്ട്. എൻ്റെ പണി എപ്പോൾ കഴിയുമെന്ന് നോക്കിയാണ് അമ്മ നടക്കുന്നത്. കാരണം അവനെ ഹാൻഡിൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഞാൻ നാരങ്ങ നീരൊക്കെ ഇട്ട് പരട്ടി ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിന് വേണ്ട കിഴങ്ങും ഉള്ളിയും സംഭവങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നോൺ വെജ് കറികളൊക്കെ വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ശ്രീ വൈകിട്ട് പണി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് മുട്ട ബജി ഐറ്റംസ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരാറുണ്ട് കേട്ടോ. എനിക്ക് ഫേവറേറ്റാണെന്ന് അറിയാം, അതുകൊണ്ട് കൊണ്ടുവരും. ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉരുളിയിൽ വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ കയ്യിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് വഴറ്റണതൊന്നും കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ചിക്കനും കിഴങ്ങൊക്കെ പറക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ നന്നായിട്ട് ചിക്കൻ വേവണം. നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ വെന്ത് എല്ലിന്ന് വിടണം, എന്നാൽ മാത്രമാണ് അപ്പൂസും അച്ചിയാണെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായി. അവസാനം ഇച്ചിരി ഫൈനലി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശ്രീ പറയുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോയി. കൊച്ചുങ്ങളെയൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് രാത്രി ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ കംഫർട്ട് സോണാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഔട്ടോ വിഷമമുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ വെറുതെ പോകും. എവിടം വരെ പോകാൻ തോന്നുന്നു അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ കുറച്ച് നമ്മൾ മത്താപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിറന്നാളിൻ്റെ ആഘോഷം ഇവിടെ തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്താപ്പൂവൊക്കെ കത്തിച്ച് അങ്ങ് ആഘോഷിച്ചു. ഏകദേശം ഒരു 9 9:30 ആയപ്പോഴാണ് നമ്മൾ വീടെത്തിയത്. വന്നു, ഫുഡ് കഴിച്ചു, നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളുള്ളൂ.